കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ VD സതീശനും ശ്രീ സണ്ണി ജോസഫും തയ്യാറാവണം. കോൺഗ്രസ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്നവരാണ്. ശ്രീ VD സതീശന് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി കേസുകളുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഈ പരാതികളെല്ലാം വന്നിട്ടുള്ളതാണ്. കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ്. ജനപ്രതിനിധികളായിട്ടുള്ള പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും ഗൗരവമേറിയിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം, അങ്ങാടിപ്പാട്ടാണ്. പക്ഷേ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് പരാതിയില്ല എന്നായിരുന്നു. ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. എല്ലാ കേസുകളും VD സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ശ്രീ പിണറായി വിജയൻ ദയവായി ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. BJP രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയാണ്. അല്ല, രാഹുൽ രാജിവെക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ആകെ ഒരു ധാർമ്മിക വിഷയമായി വന്നിരിക്കുകയല്ലേ. ഇതുവരെ ചോദിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നില്ലേ, എന്താണ് പരാതി എന്നുള്ളത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് രാഹുൽ രാജിവെക്കണം. കാരണം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാൻ സാധിക്കില്ല. ഇത് ഒരു വ്യാജ പരാതിയല്ല, ഇത് വ്യക്തമായ തെളിവുകളോടെ ഉള്ള പരാതിയാണ്. മാത്രമല്ല, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ നിരവധി ഓഡിയോ വീഡിയോ ടാപ്പുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ഗൗരവമേറിയ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനേകം പെൺകുട്ടികൾക്ക് ഈ MLAയിൽ നിന്ന്, ഈ പൊതുപ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹീനമായ കുറ്റകൃത്യമാണ് ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പൊതുരംഗത്ത് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല. MLA സ്ഥാനം രാജിവെക്കണം. മുഖ്യമന്ത്രി അടിയന്തരമായി ഈ കേസിൻ്റെ അന്വേഷണം ശക്തമായി നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്.